കിണറ്റിൽ ജീവിക്കുന്ന കുറച്ച് മത്സ്യങ്ങളുണ്ടായിരുന്നു. ആ മത്സ്യങ്ങളോട് തവള വന്നുകൊണ്ട് പറയുകയാണ്, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്, അവിടെ മനുഷ്യരുണ്ട്, അവിടെ ഒരുപാട് ജീവികളുണ്ട്. അന്യഗ്രഹ ജീവികളെക്കുറിച്ചൊക്കെ പലപ്പോഴും നമുക്ക് പല ചർച്ചകളും നമുക്ക് കാണാൻ സാധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പലപ്പോഴും ഈ വ്യക്തിവാദികളായിട്ടുള്ള ആളുകൾ അവർ പറയുന്നൊരു വാദമാണ്, ഞങ്ങൾ പല പല കാര്യങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യാറുള്ളത്, വിശ്വസിക്കാറുള്ളത്. അത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഞങ്ങൾ പലപ്പോഴും സ്വീകരിക്കാറുള്ളത്, അങ്ങനെ സമീപനമാണ് സ്വീകരിക്കാറുള്ളത് എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ ഒരു മറ്റുള്ള മതങ്ങളെക്കുറിച്ച്, എസ്പെഷ്യലി പ്രത്യേകിച്ച് മുസ്ലിമിനെ കുറിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് പറയാനുള്ള വാദം, അവർ കേവലം ഒരു 6-ാം നൂറ്റാണ്ടിലെ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പറഞ്ഞ വാചകങ്ങൾ, അല്ല അവർ പറഞ്ഞ വാദങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന അല്ലെങ്കിൽ അതിനെ അന്ധമായി പിൻപറ്റുന്ന ആളുകളാണ് എന്നാണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, ഇസ്ലാമിനെക്കുറിച്ചോ മുസ്ലിമിനെക്കുറിച്ചോ അവർ പറയുന്ന ഒരു വാദമായിട്ട് നമുക്ക് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരുവിധ സയൻറ്റിഫിക് ആയിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളോ ഇല്ല. അത് ഏതെങ്കിലും ആളുകൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം വിശ്വസിക്കുന്നു എന്ന് പലപ്പോഴും മുസ്ലിം നബികളെ കുറിച്ചിട്ടോ ഇസ്ലാമിനെ കുറിച്ചിട്ടോ അവരൊക്കെ പരാതി പറയുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കളിയാക്കുന്ന രൂപത്തിലുള്ള ആശയങ്ങളൊക്കെ പറയുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മളൊരു യഥാർത്ഥമായ രൂപത്തിലേക്ക് ഇത്തരം ഈ ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ പഠിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ, യഥാർത്ഥത്തിൽ ഇസ്ലാം ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു മനുഷ്യനോട് ചിന്തിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ടോ, പഠിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടോ, ചിന്തിച്ച് ആലോചിക്കാൻ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അള്ളാഹു ചിന്തയ്ക്ക് എത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, പരിശോധിച്ചാൽ മതി. പരിശുദ്ധമായ ഇസ്ലാം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ വിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആയത്താണ് അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ഒറ്റാലോചിക്കുന്നില്ലേ എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ 13ഓളം സ്ഥലങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അഫലാ തഅഖിലൂൻ എന്നുള്ള വാചകം മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 13 സ്ഥലങ്ങളിലാണ് അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് കൃത്യമായി കൊണ്ട് ചോദിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ട് അള്ളാഹു ഇത്തരം ചോദ്യങ്ങളെ സംബന്ധിച്ച് അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യരാശി ഉറ്റാലോചിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ പറയുന്ന വിഷയങ്ങൾ പലപ്പോഴും ഈ 13 സ്ഥലങ്ങളിൽ പറയുന്ന ഓരോ കോണ്ടക്സ്റ്റുകളും ഓരോ വിഷയങ്ങളും അവരൊക്കെ ഉറ്റാലോചിക്കണം, ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കണം, ചിന്തിക്കണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ്. ആളുകൾ പലപ്പോഴും പറയുന്നൊരു വാചകമാണല്ലോ, ഖുർആനും ചിന്തിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നില്ല. ഖുർആൻ പലപ്പോഴും എന്താണ്, ഏതെങ്കിലും അവർ പറയുന്ന ആശയങ്ങളെ മാത്രം അത് ശരിയാണെന്ന് അവരെന്ത് ചെയ്യണം, വിശ്വസിക്കണം, അതിനെ ഒരു അന്ധമായി അനുകരിക്കണമെന്ന് പലപ്പോഴും ഇത്തരം ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ഇത്തരം ആളുകൾ ഇത്തരം ആശയങ്ങൾ പറയുമ്പോൾ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം ആയത്തുകളിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് മാത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ചിന്തിക്കുവാനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നിങ്ങൾ ചിന്തിക്കണമെന്നുണ്ട് കൃത്യമായി കൊണ്ട് പഠിപ്പിക്കണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നബഇലെ 10ാമത്തെ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ആയത്ത് എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ലഖദ് അൻസൽനാ ഇലൈക്കുമുൽ കിതാബ്, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലേക്ക് ഒരു ഗ്രന്ഥത്തെ നിങ്ങൾക്ക് നൽകി, ഒരു വേദഗ്രന്ഥത്തെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ, അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ കൃത്യമായ ഉത്ബോധനം നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അവതീർണമായ വിശുദ്ധമായ ഖുർആൻ. ആ വിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾക്ക് ധാരാളം ഉത്ബോധനങ്ങളുണ്ട്, സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങൾ അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ച, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചു മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും വഴിവിട്ട രൂപത്തിലേക്ക്, അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയ അന്ധവിശ്വാസിയായിക്കൊണ്ട് മാറണം എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായിക്കൊണ്ട് പഠിച്ചു മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ചിന്തിക്കാനോ പ്രോത്സാഹിപ്പിക്കാത്തൊരു മതമല്ല പരിശുദ്ധമായ ഇസ്ലാം എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കിയേ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 13ഓളം സ്ഥലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അഫലാ തഅഖിലൂൻ എന്നുള്ള വാചകത്തെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചില സ്ഥലങ്ങൾ മാത്രം നമുക്ക് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് മനുഷ്യരാശിയോട് ഉറ്റാലോചിക്കാനായിട്ട് കൽപ്പിച്ചിട്ടുള്ളത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 44-ാമത്തെ വചനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ്. എന്താ പഠിപ്പിക്കുന്നത്? അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ സ്വന്തം കാര്യത്തിൽ അത് മറന്നു കളയുകയാണോ എന്നുള്ള ചോദ്യം. നിങ്ങൾ സ്വന്തം കാര്യത്തിൽ അത് മറന്നു കളയുന്ന ആളുകളായിക്കൊണ്ട് നിങ്ങൾ മാറുകയാണോ എന്നുള്ളതാണ്. വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങൾ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നില്ലേ, വിശുദ്ധ ഖുർആൻ നിങ്ങൾ പഠിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ, അഫലാ തഅഖിലൂൻ, നിങ്ങൾ അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ എന്നുള്ളതാണ്. അപ്പോൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ സ്വന്തം കാര്യത്തിൽ മറന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്, സ്വന്തം കാര്യത്തിൽ പഠിക്കാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. അവിടെയും നിങ്ങൾ ചിന്തിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനിയോ, നിങ്ങൾ കൃത്യമായ രൂപത്തിൽ ശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ളത് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനിയോ, ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻആമിൻ്റെ 32-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നൊരു വിഷയമുണ്ട്. വമൽ ഹയാത്ത് ദുനിയ ഇല്ലാ ലഅബുൻ വലഹ്വ്. ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ കേവലം എന്താണ്? അത് കളിയും വിനോദവുമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പഠിപ്പിക്കുന്നു, വലദ്ദാറുൽ ആഖിറത്തി, ദുനിയാവിലെ ജീവിതത്തിന് ശേഷം നിങ്ങൾ കടന്നു വരുന്ന പരലോകമായിട്ടുള്ള ഒരു ഭവനമുണ്ട്, അതാണ് ഖൈറുൽ ലദീന യത്തഖൂൻ അഫലാ തഅഖിലൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് ചിന്തിക്കാനായിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻആമിൻ്റെ ഈ ഒരു ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാണ്. ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ കേവലം കളിയാണ്, വിനോദമാണ്, അത് തമാശകളാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് ഏറ്റവും ഹൈറായിട്ടുള്ളത് എന്താണ്? അത് പരലോകമാണ് എന്ന് പഠിപ്പിക്കുകയും ആ പരലോകത്തിനെ കുറിച്ച്, ആ ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ഉറ്റാലോചിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ദുനിയാവിലെ ജീവിതവും പരലോകത്തെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ കൃത്യമായിക്കൊണ്ട് യഥാർത്ഥമായ സത്യത്തെ മനസ്സിലാക്കണമെന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാതെ പരലോകമുണ്ട്, ആ ജീവിതമുണ്ട്, അതുകൊണ്ട് ദുനിയാവ് നിങ്ങൾക്ക് നൈമിഷികമാണ്, അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ വിശ്വസിക്കണം എന്ന് പറയല്ല. അഫലാ തഅഖിലൂൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് രണ്ടിനെക്കുറിച്ചും പഠിച്ചു മനസ്സിലാക്കാത്തത് എന്നാണ് ഇസ്ലാം ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത് കേവലം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ അന്ധമായി വിശ്വസിക്കണം എന്നുള്ളതല്ല. എന്നാൽ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് പറയേണ്ട ഒരു വിഷയമുണ്ട്. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചില പരിമിതികളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു വെച്ചാൽ, ലോകത്ത് ഇന്ന് ഫിസിക്സിലും അതുപോലെ തന്നെ പലപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏലിയൻസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഏലിയൻസ് എന്ന് പറഞ്ഞാൽ? അന്യഗ്രഹ ജീവികളെക്കുറിച്ചൊക്കെ പലപ്പോഴും നമുക്ക് പല ചർച്ചകളും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അന്യഗ്രഹ ജീവികൾ എങ്ങനെയാണെന്ന് പലപ്പോഴും പല ചിത്രകാരന്മാരും പല ആളുകളും അവരുടെ ഭാവനയിൽ വരച്ചു നോക്കുമ്പോൾ, ലോകത്തുനിന്നൊരു മനുഷ്യൻ ഏലിയൻസിനെ കണ്ടിട്ടില്ലല്ലോ, പക്ഷെ പലപ്പോഴും വരച്ചു നോക്കുമ്പോൾ അത് എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും, എത്ര വികൃതമായ രൂപമാണെങ്കിലും, വികൃതമെന്ന് മനുഷ്യൻ എഴുതപ്പെട്ട രൂപമാണെങ്കിൽ പോലും അതിന് പലപ്പോഴും മനുഷ്യൻ്റെ രൂപസാദൃശ്യത്തോട് പലപ്പോഴും നമുക്കിപ്പോൾ ചില സൂചനകൾ കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്, അല്ലേ? മനുഷ്യൻ്റെ രൂപസാദൃശ്യത്തോട് ചില സൂചനകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ
അത് എങ്ങനെ വരച്ചു കഴിഞ്ഞാലും എന്താണ് ആ ഒരു രൂപത്തിലേക്ക് എത്തും. കാരണം എന്താണ്, മനുഷ്യൻ പലപ്പോഴും അവൻ്റെ ഒരു ഒരു രൂപകൽപ്പനയിൽ അവൻ പലപ്പോഴും അവൻ്റെ ഇമാജിനേഷനിൽ അവൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ പലപ്പോഴും അവൻ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ ഇതുവരെ കണ്ടിട്ടുള്ള രൂപങ്ങളിൽ നിന്ന് അവൻ ഉണ്ടാക്കിയെടുക്കുന്ന രൂപമാണ്. അതിനപ്പുറത്തേക്ക് അവന് ചിന്തിക്കാൻ കഴിയില്ല, അതിനപ്പുറത്തേക്ക് അവന് മനസ്സിലാക്കാൻ കഴിയില്ല, അതിനപ്പുറത്തേക്ക് അവൻ എന്ത് ചെയ്യാറില്ല, പലപ്പോഴും അവൻ്റെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഇമാജിനേഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും സ്വപ്നങ്ങൾ കാണാറുണ്ട്. സ്വപ്നങ്ങൾ പലപ്പോഴും എന്താ സംഭവിക്കാറുള്ളത്, നമ്മൾ ആ സ്വപ്നത്തിൽ പോലും നമ്മൾ കാണുന്ന എന്താണ്, നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന പല കാര്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും വരാറുള്ളത്, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചില പരിമിതികളുണ്ട്. ആ പരിമിതികളില്ല എന്ന് പറഞ്ഞാലും ബുദ്ധിക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികൾ വെച്ചുകൊണ്ട് മാത്രമാണ് മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചിന്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ ചിന്തകൾക്കപ്പുറത്തും പരിശുദ്ധമായ ഇസ്ലാം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങളെ അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കണം. ആ കാര്യങ്ങളെ തൻ്റെ ബുദ്ധിക്കനുസരിച്ച് കൊണ്ടാണ് വിശ്വസിക്കാൻ ശ്രദ്ധിക്കുള്ളൂ. ഞാൻ അതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടേ എന്ത് ചെയ്യുള്ളൂ, ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയും. അതിന് മൂഢത്തരം അല്ലെങ്കിൽ വിഡ്ഢിത്തരം എന്നാണ് പറയാറുള്ളത്. അതിന് വിഡ്ഢിത്തരം എന്ന് പറയാറുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കുന്നതിന് കൃത്യമായിട്ടുള്ള ചില പരിധികളും പരിമിതികളുണ്ട്. അവനോട് +1-ലെയോ +2-ലെയോ കാര്യം പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വിശ്വസിക്കാൻ കഴിയില്ല, അവന് മനസ്സിലാക്കാൻ കഴിയില്ല, അവന് ചിന്തിക്കാൻ പോലും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പോലും കഴിയില്ല, അല്ലേ? പലപ്പോഴും നമ്മളൊരു കഥ പറയാറുണ്ട്. കിണറ്റിൽ ജീവിക്കുന്ന കുറച്ച് മത്സ്യങ്ങളുണ്ടായിരുന്നു. ആ മത്സ്യങ്ങളോട് തവള വന്നുകൊണ്ട് പറയാണ്, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്, അവിടെ മനുഷ്യരുണ്ട്, അവിടെ ഒരുപാട് ജീവികളുണ്ട്, അവിടെ ഒരുപാട് മരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പുഴകളുമുണ്ട് എന്ന് പറയുമ്പോൾ ആ മത്സ്യം പറയാണ്, നീ പറയുന്നതൊക്കെ വിഡ്ഢിത്തരമാണ്, കാരണം ഞങ്ങളതൊന്നും കണ്ടിട്ടില്ല, ഞങ്ങളതിനെക്കുറിച്ചൊന്നും ആസ്വദിച്ചിട്ടില്ല, ഞങ്ങളതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ മത്സ്യം പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ആലോചിച്ചാൽ മതിയാകും. കാരണം എന്താണ്, മത്സ്യത്തിൻ്റെ ബുദ്ധിയിൽ നിന്നോടാണ് പറയുന്നത്. മത്സ്യം മനസ്സിലാക്കിയ, അനുഭവിച്ച, ആ മത്സ്യം ഇത്രയും കാലം ജീവിതത്തിലൂടെ കണ്ടെടുത്ത ആ ഒരു ലോകം മാത്രമാണ് മത്സ്യത്തിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് ലോകം കണ്ട തവളയെ സംബന്ധിച്ചിടത്തോളം, ആ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയ തവളയെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി വിശാലമായ രൂപത്തിൽ ആ ഒരു തവളക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പോയി കഴിഞ്ഞാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ചില അറിവിന് പരിധികളുണ്ട്, ചില പരിമിതികളുണ്ട്. ആ പരിധികളെയും മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊരു പക്ഷേ അവൻ്റെ ചിന്തകൾക്കപ്പുറത്തായിരിക്കാം. ആ ചിന്തകൾക്കപ്പുറത്തുള്ളതിനെ അങ്ങനെ തന്നെ വിശ്വസിക്കാനേ ഒരു മനുഷ്യന് നിർവാഹമുള്ളൂ, ആ ഒരു മനുഷ്യന് സാധിക്കേണ്ടതുള്ളൂ. അതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് അവൻ വിശ്വസിക്കേണ്ടത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹു പരിശുദ്ധമായ ഇസ്ലാമിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ചിന്തിക്കാൻ പഠിപ്പിച്ച കാര്യങ്ങളെ കൃത്യമായിക്കൊണ്ട് ചിന്തിക്കുക. ഇനി ഉറ്റാലോചിക്കാൻ പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്, കേൾക്കാൻ പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്, കാണാൻ പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. അഫ്ലാ തൻളുറൂൻ, അഫ്ലാ തസ്മഊൻ, അഫ്ലാ തഅഖിലൂൻ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ചിന്തിക്കാനായിക്കൊണ്ടും പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കൃത്യമായിക്കൊണ്ട് പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. എന്നാലോ അതിനപ്പുറത്തേക്ക് നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ ചിന്തകൾക്കോ അപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ അതേ രൂപത്തിൽ വിശ്വസിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. അത്തരത്തിലുള്ള രൂപത്തിലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മളെ തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.